സോ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഒരു ലക്ക് കാണിക്കാൻ വേണ്ടിയാണ്. സോ നമ്മൾ വീഡിയോ പെട്ടെന്ന് ഓണാക്കി ഗൈസ്. സോ ഈ കേവിൻ്റെ ഉള്ളിൽ ബഗ് ഗൈസ്, സോറി വരുമായിരിക്കും, ബഗ്ഗാണ് ഗൈസ്, എന്നാ ചെയ്യാനാ. അപ്പോൾ ഗൈസ്, ഈ കേവിൻ്റെ ഉള്ളിൽ ഒരു സോംബി ഉണ്ടായിരുന്നു. സോംബീനെ അടിച്ചിട്ടപ്പോൾ എനിക്ക് ക്യാരറ്റ് കിട്ടി. ഒറ്റൊരു ക്യാരറ്റേ കിട്ടുള്ളൂ കേട്ടോ. റെയറാണ്, ഇങ്ങനെ 9% എന്താണ്ടേ ചാൻസ് ഉള്ളത്. നമുക്ക് ഇങ്ങനെ അയണൊക്കെ കിട്ടും ഇങ്ങനെയൊക്കെ. സോ നമുക്കിത് കൊണ്ട് നട്ടിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതൊന്ന് കൊണ്ടേ നടട്ടെ. ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീസൺ എപ്പിസോഡ് 2 ഇട്ടപ്പോഴേക്കും നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആരും ഒന്നും ലൈക്കൊന്നും ചെയ്തില്ല ഗൈസ്. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വിട്ടോണ്ടേ, നമ്മളും മനുഷ്യനല്ലേ, നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അത്രയും നല്ലത്. നിക്കള ഫുഡ് ആകെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകും, 21 ഇതേ ഉള്ളൂ. അത് താഴത്തട്ടുമ്പോൾ ഇതാണ് കഷ്ടം. താഴത്തോട്ടൊക്കെ ഇനി ഇറങ്ങി. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മറ്റേ സ്നോ ബയോമില്ലേ, നമ്മളെ മറ്റേ ഒന്നാമത്തെ എപ്പിസോഡിലും കണ്ടായിരുന്നു, രണ്ടാമത്തെ എപ്പിസോഡിൽ കണ്ടാന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു ചെറിയ ബ്ലോസത്തിൻ്റെ അടുത്തായിട്ട് പരന്ന് കിടക്കണ സ്നോ ബയോം റീജിയൻ ഗൈസ്. ഇനി നമ്മൾ അതാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. വെറുതെ സമയം കളയണ്ട, നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മളങ്ങനെ പതുക്കെ നടന്ന് ഇന്നൊന്നും എത്തുകയെന്ന് തോന്നുന്നു. ഭയങ്കര പൊക്കത്താണ്. ഇപ്പോൾ ഗ്രാസിൻ്റെ കളറൊക്കെ നൈസായിട്ട് മാറും. ഇതവിടെ കാണാനുണ്ട് നമ്മുടെ ബേസ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അങ്ങോട്ട് പൊക്കത്തോട്ട് കയറട്ടെ. ഷടപടേന്ന് കയറട്ടെ. ഓക്കെ ഗൈസ്, ഇപ്പം എത്തും. കളർ മാറി തുടങ്ങി. എത്തിയ മഞ്ഞൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇതെന്ത് ഗുണാക്കീവ ഗൈസ്. അവിടെ അയണുണ്ട്, എമറാൾഡും ഉണ്ട്. നോക്കി, ഇതെല്ലാം ഞാനൊന്ന് വെട്ടിപ്പിടിക്കും. അപ്പോൾ ഗൈസ്, നമുക്കിതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഷോവലില്ല ഗൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് വെച്ച് തന്നെ അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഒരു കുഴിയൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഷടപടേ എന്നാകാം. ഇതൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് വേണം ഗൈസ്. ഈ സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, എന്നൊരു ലക്കി ഡേ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഗൈസ്. ലക്കി ഡേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മഞ്ഞിലിപ്പോയി. പിഴ ചത്തു പോവുക ദൈവമേ. ഇത് ദൈവമേ, ഓടിക്കോ. ഇതെന്താണ് ചുറ്റിനും മഞ്ഞ ഗൈസ്. നമുക്ക് മറ്റൊരു ഇഞ്ഞൊരു ലെതറിൻ്റെ ഷൂ മേടിക്കണം. ശരിയാകില്ല. വീട്ടിൽ കുറേ ലെതർ ഇരിപ്പുണ്ട്, നമുക്ക് അത് വെച്ചൊരു ഷൂ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, താഴത്തെ സോംബിക്കൊക്കെ കടി വിച്ച ഇവമ്മേ പോയിസൺ അറിയുമല്ലോ ഇവന്മാരൊക്കെ എടുത്ത്. ഒരു കാര്യം ചെയ്യുന്നു, നമുക്ക് ആ അയണൊന്ന് മൈൻഡ് ചെയ്ത് ഒരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് എമറാൾഡ് മൈൻഡ് ചെയ്യാം. അതായിരിക്കും ബുദ്ധി. സോ നമുക്ക് ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. കുഴിവെട്ടി നമുക്ക് മെല്ലെ കുഴിവെട്ടി ഈ സൈഡിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. ഓക്കെ ഗൈസ്, നൈറ്റായിട്ട് വന്നി നമുക്ക് ഇനി ഇങ്ങനെ തന്നെ പോകാൻ തോന്നുന്നു ഗൈസ്. എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സോ അടിയിലായണം നിൽക്കണ കണ്ടിട്ട് കൊതിയാകണം. അയ്യോ, സ്നോ പൊട്ടിക്കടാ. ഓക്കെ ഗൈസ്, നമുക്ക് അവിടെ 2 ഇത് വെച്ചിട്ട് ഇയാളെ തൊട്ടടുത്തുള്ള അതായത് ആ താഴത്ത് അവിടെ എന്താ എമറാൾഡും ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതുവഴി പോവാം. ഓക്കെ, പൊട്ടിക്കാം. പൊട്ടിച്ച് മെല്ലെ. ഗൈസ്, നമ്മളങ്ങനെ കുഴിച്ച് ഏതാണ്ടും കാട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ വിച്ചിരിപ്പണ്ട, ആ വിച്ചിന് നമുക്ക് ആദ്യം അടിച്ചിടാം. കണ്ട സ്വാമി വിച്ചിനടിച്ചിട്ട് ഗൈസ്. വിച്ച് എന്തോ പവറൊക്കെ യൂസ് ചെയ്യണം. വിച്ചിന് ഒന്നാമതേ നമ്മളോട് എന്തോ കലിയുണ്ട്. അണ്ണൻ ഇപ്പം എന്തോ ഷാഡോ പഞ്ചിങ്സ് ഒന്നാണ്ട് ചെയ്ത് പോയിട്ടുണ്ട്. എന്തെങ്കിലും ആകട്ടെ, ഇടിവെട്ട് മഴയാണ് ഗൈസ്. പുറത്ത് മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ആ അയണിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും എത്തണം. നമുക്ക് ഇതുവഴി ഒന്ന് ഇറങ്ങി നോക്കാം. അയൺ ഇവിടെയൊന്നും അല്ലെന്നോ. അത് തന്നെ, ഇവിടെയൊന്നും അല്ല അയൺ ഇരിക്കണത്. നീ പിന്നെ ഇത് തൊട്ട് സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ ആ മണ്ടൻ ഇച്ച് തന്നെ എറിഞ്ഞു.
ഞാൻ പറഞ്ഞില്ലേ എന്നെ പിടിച്ചെറിയൂന്ന്. ഒരു കാര്യം ചെയ്യാം, ഇനി അയൺ കണ്ടുപിടിക്കാം. അത് ഇനി വഴിയുള്ളു. ഇനി ആ അയണിൻ്റെ സ്ഥലത്ത് എത്തിയിട്ട് ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്തുമായിരിക്കും. ഓക്കെ, ടോർച്ച് വെച്ചേക്കാം. ഗൈസ് ഇതെന്ത് 2 എമറാൾഡായി ഗൈസ് നമ്മുടെ കൺവിട്ടത്ത്. ഇതെന്ത് 2 ടോർച്ചൊക്കെ കുത്തിരി 2 എമറാൾഡ് ഗൈസ്. നമുക്ക് അയൺ പെട്ടെന്ന് എടുക്കേണ്ടി വരും. ലക്കി ഡേ തന്നെയാണ് കേട്ടത്. ഇവിടെ തന്നെയാണ് അയൺ. നമുക്ക് ഇങ്ങനെ പോയി എടുത്താൽ നമുക്ക് ഇങ്ങനെ എടുക്കുക. ഇവിടെ ഒരു സേഫ്റ്റി വെച്ചേക്കാം, ഇല്ലെങ്കിൽ അമ്മമാരടിച്ച് നമ്മളെ കണക്ട് ചെയ്തു. നമുക്ക് ഇവിടെ ഒരു ബോർഡർ ഇങ്ങോട്ട് കെട്ടാം, ഇല്ലെങ്കിൽ അമ്മമാർ ശരിയല്ല. വെയിറ്റ്, ഞാൻ എന്ത് പൊട്ടത്തരമൊക്കെ കാണിക്കണം. ഈ സൈഡിൽ നിന്ന് കുഴിച്ച് എനിക്ക് പോയാൽ പോരെ. ഞാൻ ശരിക്കും പൊട്ടം തന്നെയാണ്. ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കട്ടെ. ഇനി ഇതൊക്കെ ഇങ്ങനെ പതുക്കെ വെട്ടിയെടുത്താൽ മതി. നല്ല അയം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ അയനുണ്ടെന്ന് തോന്നണം, പക്ഷെ നമുക്കത് പിന്നീട് വേറെ ഇതെന്ത് കുറച്ചു നേരം കഴിയുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുമല്ലോ ഈ സാധനമൊക്കെ വന്ന്. പേടിച്ചു പോയി. ഇത് ഇവന്മാർക്ക് കിട്ടാനുള്ളതാണ്. വാളനടിച്ചാലേ അയൺ കൊണ്ട് നടക്കി. അയൺ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പോയിസൺ ഇറങ്ങി ഞാൻ തട്ടിപ്പോയി. 3 ഹാർട്ട് കുറവാണ്. ഇതിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് എന്തോ. കിടന്ന് കാണിക്കുന്നുണ്ട്. ഓടണം നീ വെള്ളത്തിൽ കിടന്നുകൊണ്ട്. നമുക്ക് അമ്പ ചെയ്തിടാം ഗൈസ്. ഒന്നും തന്നെയില്ല. മണ്ടൻ അമ്പില്ലാണ്ടിരുന്ന് എന്ത് കാണിക്കാനാണ്? എടാ മണ്ടൻ. അവനും പോയിസൺ അടിച്ച്. മണ്ടനിട്ട് എനിക്കിട്ടെറിഞ്ഞപ്പോൾ അവനും കിട്ടി. ഇനിയൊന്നും തിന്നാനില്ല, ഇല്ലെങ്കിൽ ഞാൻ വടിയായില്ല. 2 ഉണ്ട്. അതൊക്കെ ലൈഫ് ഓടിക്കോളും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പം അവൻ താഴത്തോട്ട് പോയെന്ന് തോന്നുന്നു. നമുക്ക് ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. രാത്രിയായി ഗൈസ്. അപ്പം നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. എനിക്കൊരു ചെറിയൊരു പേടി. നമ്മളൊരു അയൺ സ്കൂട്ട് പോലും ഇട്ടിട്ടില്ല. സോ എനിക്കൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ എന്നെ പിന്നെ മറ്റേ മഞ്ഞത്തുള്ള സ്കർട്ടറിനൊക്കെ എന്നെ വെടിവെച്ചിട്ട് അതിൻ്റെ എഫക്റ്റൊക്കെ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാം. സോ അത് കാരണം ഞാൻ രാവിലെ ആയിട്ട് പൊക്കോളാം. അത്രയും നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ പോകും. ഓക്കെ ഗൈസ്, സംഭവമൊക്കെ സെറ്റാണ്. ഓഫ് ഗൈസ്, വെടിവെച്ചിട്ടാണ് ഗൈസ്. നമുക്ക് നേരെ വെടി. അയ്യോ ക്രീപ്പറാ. ദൈവമേ, പൊട്ടിത്തെറിച്ച് ഇല്ലാണ്ടാക്കി. എന്തെങ്കിലും ആകട്ടെ, നമ്മുടെ ചെറിയ ബ്ലോസം നമുക്ക് താഴെ തിരുന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ സ്ഥലത്തിനൊരു പേരാണ്. നമ്മുടെ ബേസിലിരിക്കണ ഒരു വലിയൊരു കുഴിയിലാണ്. ഇതാണ് ബക്കറ്റ് കുഴി. സുതിക്ക് ബക്കറ്റ് മല, നമുക്ക് ബക്കറ്റ് കുഴി ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഇനി നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കണം. അപ്പോൾ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇനി എമറാൾഡ് മൈൻ ചെയ്യാൻ പോവാം. ഓക്കെ ഗായ്സ്, ഞാൻ എൻ്റെ ആദ്യത്തെ എമറാൾഡ് മൈൻ ചെയ്യാൻ പോണ്. ഞാൻ മൈൻ ചെയ്യും. ഓക്കെ ഗായ്സ്, ഞാൻ മൈൻ ചെയ്യാൻ പോണ് ഗായ്സ്. നമ്മൾ ആദ്യത്തെ എമറാൾഡ് മൈൻ ചെയ്യാൻ പോണ്. ഇതേപോലത്തെ എക്സ്പ്രഷൻ ഡയമണ്ടും മൈൻ ചെയ്യും ഗായ്സ്. അച്ചീവ്മെൻറ്റ് ഗായ്സ്. സീൻ. നമ്മളങ്ങനെ ആദ്യമായിട്ട് എമറാൾഡ് മൈൻ ചെയ്ത് ഇനി 2ാമത്തെ എമറാൾഡ് ഞാൻ മൈൻ ചെയ്യാൻ പോണ്. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ 2ാമത്തെ എമറാൾഡ് മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സാധനം ഒന്ന് എടുത്ത് കയ്യിലോട്ടൊന്ന് നോക്കട്ടെ. എമറാൾഡിൻ്റെ സ്ട്രക്ചറൊക്കെ മാറിയാൻ നോക്കട്ടെ. ഇതെന്ത് മഞ്ഞ മുട്ട ഗൈസ്. എന്തൊക്കെയാണ് സാധനം കൊള്ളാം. കൈ കിടന്ന് തിളങ്ങണിരുന്നു. കിടക്കണ കിടപ്പ് കണ്ട. സോ ഗൈസ്, നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് വിട്ടേക്കാം. നമുക്ക് ഈ എമറാൾഡ് കിട്ടിയതൊക്കെ കാണിക്കാനൊരു പെറ്റില്ല. സോ നമുക്ക് ഇനി ഒരു പെറ്റിനെയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഗായ്സ്, നമുക്കിന്ന് കുറേ അച്ചീവ്മെൻറ്റ് കിട്ടി. അപ്പോൾ നമ്മളിനി അതൊക്കെ ഒന്ന് എണ്ണി കാണിക്കാം. സോ നമുക്കിന്ന് കിട്ടിയതൊക്കെ ഞാനെടുത്തൊന്ന് കാണിച്ചു തരാം.
നമുക്കിന്ന് ഇത് ഇത്രയും സാധനങ്ങൾ കിട്ടി ഗൈസ്. നമ്മൾ വന്ന വഴി മണക്കരുത്. മണ്ടാൻ ഇതെങ്ങനെ എടുക്കും? ഇങ്ങനെ. സോ നമുക്ക് ഇന്ന് ഇത്ര അച്ചീവ്മെൻറ്റ് കിട്ടി. ഞാനിപ്പോൾ താഴത്തിട്ട് കാണിച്ചു തരാം. കിട്ടിയ അച്ചീവ്മെൻ്റൊക്കെ ഞാനിപ്പോൾ താഴത്തിട്ട് കാണിച്ചു തരാം. താഴത്തിടണ്ട, വേണ്ട. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഇത്രയും അച്ചീവ്മെൻറ്റ് കിട്ടി. ഇതും ഒരു ക്യാരറ്റും കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു അയൺ പിക്കാക്സ്, പിന്നെ ഒരു ഷീൽഡ്, പിന്നെ ഒരു 7 അയണും, പിന്നെ 2 ഇതും കിട്ടിയിട്ടുണ്ട്, എമറാൾഡും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, ബൈ.